ജസ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും വലിച്ചെറിയുന്ന മുട്ടത്തോട് വെച്ച് വളരെ മനോഹരമായ രീതിയിൽ നമുക്കൊരു ഷോ പീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പല കളറിൽ പല ഡിസൈൻ എല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്കിത് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾക്ക് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എക്സൽ എടുക്കുമ്പോൾ ചെറിയ ഹോളെ നമുക്ക് ഇടാവുള്ളൂ. ചെറിയ ഹോൾ ഇട്ടിട്ട് ഇതിനകത്തുള്ള മുട്ട മുഴുവനും കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി നമുക്ക് ഷെല്ല് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് സ്ട്രോബെറിയുടെ ഡിസൈൻ ചെയ്യാം. സ്ട്രോബെറിയുടെ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഫുള്ള് റെഡ് നമുക്ക് പെയിന്റ് ചെയ്യാം. ഇതിങ്ങനെ ഞാൻ റെഡ് ഫുള്ള് ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഈ അടിഭാഗം നമുക്കിങ്ങനെ ഒരു ഇലയുടെ ഷേപ്പ്, സ്ട്രോബെറിയുടെ ഇലയുടെ ഒരു ഷേപ്പ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം. പിന്നെ ഇതിനുള്ളിലും ജസ്റ്റ് ചെറിയ വട്ടം, കറുത്ത ഡോട്ട് ഇടാനായിട്ട് ചെറിയ ചെറിയ വട്ടം വരച്ചു കൊടുക്കുക. ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണത് നല്ലതായിരിക്കും, അല്ലെ പെയിന്റ് ഒക്കെ ഇരിക്കുമ്പോൾ കൈ നിറച്ച് പെയിന്റ് ആവും. താഴെ ആണെങ്കിൽ ഒരു പേപ്പർ ഇടുവാണെങ്കിൽ പെയിന്റ് പേപ്പറിലോട്ട് ആയിക്കോളും. സ്ട്രോബെറിയുടെ ബ്ലാക്ക് ഡിസൈൻ വരാനായിട്ട് ബ്ലാക്ക് കൊണ്ട് ഇത് ഫുള്ള് ഫില്ല് ചെയ്യാം. നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. നമുക്ക് സൂര്യകാന്തിയുടെ ഫ്ലവറിനെ സെന്ററിലായിട്ട് ഇങ്ങനെ വരച്ച് നമുക്കിങ്ങനെ എതള് വരച്ചിട്ട് ഈ എതളിന് നമുക്ക് യെല്ലോ കളർ പെയിന്റ് കൊടുക്കാം. സെന്ററിൽ നമുക്കൊരു മെറൂൺ പോലത്തെ ഒരു കളർ. മെറൂൺ പെയിന്റ് അടിച്ചാലും മതി, എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് മാത്രം. ഒരു ബ്ലാക്കിഷ് ആയിട്ട് സെന്റർ ഇച്ചിരി പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും യെല്ലോയ്ക്ക് ഒരു കോട്ടും കൂടെ കൊടുക്കാം. എന്നിട്ട് നല്ല കളർ എടുത്തോളൂ. നമുക്കിങ്ങനെ 3D ഔട്ട്ലൈനറും കൊണ്ട് ഇതിന് ഈ ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാം. നമുക്ക് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊരു ബ്രിഞ്ചാലിന്റെ ചെയ്യാം. ബ്രിഞ്ചാൽ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വയലറ്റ് കളറ് ഫുള്ള് നമുക്ക്, ഞാൻ ഇത് സൂപ്പർ വെയിറ്റിനകത്ത് മുക്കിയതാണ് മുട്ട. അന്നേരം അത് നല്ല കളറായിട്ട് കിട്ടി, വയലറ്റ് കളർ കിട്ടി. അല്ലെങ്കിൽ വയലറ്റ് പെയിന്റ് അടിച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഈ താഴെ ഭാഗത്ത് ലീവ്സ് നമുക്ക് വരയ്ക്കാം. അത് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. നമുക്ക് ഗ്രീൻ കളർ അടിക്കാം. ബ്രിഞ്ചാല് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടയുടെ തോടെല്ലാം നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും ഓരോ രീതിയിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് മുട്ടയുടെ തോട് പൊടിച്ച് അതിന്റെ പുറത്ത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് പെയിന്റ് ചെയ്തിരിക്കുകയാണ്, റെഡ് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഈ അടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതാണെങ്കിലും മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ട് ഇതേലും ഒട്ടിച്ചിട്ട് മെറ്റാലിക്, ആദ്യം ബ്ലാക്ക് പെയിന്റ് അടിച്ചു, അതിന്റെ പുറത്ത് ഗോൾഡൻ പെയിന്റ് അടിച്ചു, ഒരു ആന്റിക് ലുക്ക് വരുന്ന രീതിയിൽ അടിച്ചൊരു മുട്ടയുടെ തോടാണിത്. പിന്നെ ഇത് ഒരു ഹണി ബീയുടെ രീതിയിൽ അടിച്ചത്. ഇത് റാബിറ്റിന്റെ ഷേപ്പിൽ ഇത് ഒക്കെ വെച്ച് റാബിറ്റിന്റെ ഷേപ്പിൽ അടിച്ചത്. ഇത് വെറുതെ ബ്ലാക്ക് ഇതിനകത്ത് വൈറ്റ് ഡോട്ട് ഇട്ടത്. ഇതൊക്കെ ഇമോജി ആയിട്ട് ചെയ്തത്. ഇത് നമ്മുടെ വണ്ടിന്റെ രീതിയിൽ രണ്ട് ഇതൊക്കെ വെച്ച് ആംഗ്രി ബേർഡ്സിന്റെ രീതിയിൽ ചെയ്തത്. ഇങ്ങനെ ഒരു ഷേപ്പില് ഞാൻ മയിൽപ്പീലി പോലെ ബ്ലാക്ക് കൊടുത്തിട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് ഏത് രീതിയിൽ നമുക്ക് ഒരു കൊട്ടയിൽ, ഫ്ലവർ കൊട്ടയിൽ നമുക്കിത് അറേഞ്ച് ചെയ്തിട്ട് വരാം.
അങ്ങനെ നമ്മുടെ മുട്ടയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോർ വാസിലും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഷോ പീസായിട്ട് നമുക്കിത് വെക്കാവുന്നതാണ്. നല്ല കളർഫുള്ളാണ്, പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.